സ്വാമിജി, ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും അത്ര വലിയൊരു സാംസ്കാരിക പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അങ്ങ് ഇടപെടുന്ന, അങ്ങ് നേതൃത്വം നൽകുന്ന ഒരു മഹോത്സവം നടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണമൊക്കെ വാർത്തകളിൽ വന്നിട്ടുണ്ട്. എന്താണ് അത്? ഒരു കുംഭമേള എന്നുള്ള രീതിയിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ഭാരതപ്പുഴയിൽ അതിപ്രാചീന കാലം മുതൽ നിലനിന്ന് വന്നിരുന്ന കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ധാർമ്മിക സംഗമമാണ് മഹാമാഘം. അത് മാഘമാസം, അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മാസമാണ്. പൊതുവെ സന്യാസിമാരുടെയും രാജാക്കന്മാരുടെയും മാസമാണ് മാഘം. അതുകൊണ്ട് പ്രയാഗ്രാജ് കുംഭമേളയൊക്കെ മാഘമാസത്തിലാണ്. മാഘമാസം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ കണക്കാക്കും. ഒരു പൂർണ്ണിമയിൽ അവസാനിക്കുന്നതായിട്ടും അമാവാസിയിൽ അവസാനിക്കുന്നതായിട്ടും. പക്ഷേ മാസത്തിൻ്റെ പേര് ആ പൂർണ്ണിമ വരുന്ന നക്ഷത്രം, അതായത് മകത്തിൻ്റെ സംസ്കൃതമാണ് മാഘം. അപ്പം മകം നാളിലായിരുന്നു പണ്ട് പൂർണ്ണിമ വന്നിരുന്നത്. അപ്പം അത് ഈ ഗ്രഹങ്ങളുടെ ചെറിയ ഗതിയിലുള്ള ചെറിയ വ്യത്യാസമൊക്കെ കൊണ്ട് ഒരു ദിവസം മാറിയാണ് വരുന്നത്. അപ്പോൾ ആ മാഘമാസത്തിൽ ജനുവരി, ഇത് രണ്ടും ചേർത്ത് വരുമ്പോൾ ഈ വർഷം 2026 ജനുവരി 3 തൊട്ട് ഫെബ്രുവരി 15 പൗഷപൗർണമി തൊട്ട് ശിവരാത്രി വരെയാണ്, മഹാശിവരാത്രി വരെയാണ് ഈ മാഘം രണ്ട് പരമ്പരകളും കൂടി ചേർന്ന് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രയാഗ്രാജിലൊക്കെ വലിയ മഹാമാഘ മഹോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 3 അത് തുടങ്ങും. അങ്ങനെ കേരളത്തിൽ അതിപൗരാണിക കാലം മുതൽ നടന്നു വന്നിരുന്ന, അതെല്ലാ വർഷവും ഈ മഹോത്സവം നടക്കും. അത് 12 വർഷം കൂടുമ്പോൾ അതിവിപുലമായിട്ട് കൊണ്ടാടും. അപ്പോൾ കേരളത്തിൽ ആദ്യകാലത്ത് കേരളത്തിലെ സാധാരണ പണ്ഡിതരായിട്ടുള്ള ആളുകൾ, വേദജ്ഞരായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് നടത്തിയിരുന്നത്. പിന്നീട് കേരളത്തിനൊരു അധികാരി വേണം എന്നുള്ളൊരു ഘട്ടത്തിൽ അന്ന് വാൾനമ്പിമാർ എന്ന് പറഞ്ഞ്, പിന്നെ അതിന് ശേഷം ചക്രവർത്തി എന്നുള്ള രീതിയിലുള്ള പെരുമാൾ. അപ്പോൾ ഈ 12 വർഷം കൂടുമ്പോൾ നടക്കും മാഘമേളയിൽ, അതുവരെയുള്ള മാഘമേള അവർ നടത്തി. 12 വർഷം കൂടുമ്പോഴുള്ള മാഘമേള, അതിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് വാനപ്രസ്ഥത്തിന് പോയി പുതിയ ആളെ, ചക്രവർത്തിയെ തിരഞ്ഞെടുക്കും. നമ്മൾ ഈ ജനാധിപത്യവും അതൊക്കെ ഇന്നത്തെ കാലത്ത് സായിപ്പിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിപുരാതന കാലത്ത് കേരളത്തിൻ്റെ ചക്രവർത്തിയെ തിരഞ്ഞെടുത്തിരുന്നത് ഈ മഹാമാഘത്തിൽ കൂടുന്ന സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയും ഒക്കെ ധാർമ്മിക വിദ്വത് സഭയാണ്. അപ്പോൾ യാഗങ്ങൾ നടക്കും, വൈദികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടക്കും, പൂജകൾ നടക്കും, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നടക്കും. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രകൃതിയുടെ ശക്തി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത്യധികമായിട്ടുള്ള ദേവതാ പ്രഭാവം കാണും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് തീർത്ഥകേന്ദ്രങ്ങളായി മാറുന്നത്. അപ്പോൾ ആ തീർത്ഥത്തിൽ, ജലത്തിലാണ് ഈ നമ്മുടെ ദേവത അല്ലെങ്കിൽ ശക്തി ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്നത്. നമ്മുടെ ജീവൻ്റെ ഉത്ഭവം ജലത്തിൽ നിന്നാണ്, ജീവൻ നിലനിൽക്കുന്നത് ജലത്തിലാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വലിയൊരു ശതമാനവും, ഏകദേശം 80% ജലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളുടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും ജലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തീർത്ഥം തളിക്കുക അല്ല, നമ്മൾ അനുഷ്ഠാനങ്ങളിൽ തീർത്ഥാടനം എന്നത് പറയുന്നത് ഈ തീർത്ഥങ്ങളിലേക്കുള്ള യാത്രയായതുകൊണ്ടാണ്. തീർത്ഥം തളിക്കുക, മരണസമയത്ത് തീർത്ഥം കൊടുക്കുക, ഉദകക്രിയ ചെയ്യുമ്പോൾ, ഉദകക്രിയ എന്ന് തന്നെയാണ് പറയുക, ആ ഉദകം തർപ്പണം ചെയ്യുക, രാവിലെ കുളിക്കുന്ന സമയത്ത് സൂര്യന് തർപ്പണം ചെയ്യുക. ഇങ്ങനെ ജലത്തിന് വലിയ പ്രാധാന്യമുള്ള, നമ്മുടെ ജലം ചേരാത്ത ഒരു ഇതും നമുക്കില്ല. അത് ഭാരതത്തിൽ മാത്രമല്ല, ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പ്രാചീനമായ സംസ്കൃതിയൊക്കെ അങ്ങനെയായിരുന്നു. അവരുടെ ചില അംശങ്ങളൊക്കെ മറ്റുള്ള മതങ്ങളുടെയൊക്കെ ആചരണങ്ങളും നമുക്കിത് കാണാം. ഇപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ മാമോദീസ മുക്കൽ തൊട്ട് അങ്ങനെയുള്ള ആ സ്നാനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാം. ഇതൊക്കെ ഈ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ശക്തി സ്രോതസ്സായിട്ട്, ജീവനുമായിട്ട്, പ്രാണനുമായിട്ടുള്ള ജലത്തിൻ്റെ പ്രാധാന്യത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വിശേഷമായി ദേവതാ ചൈതന്യം ഉണ്ടാകുന്ന സ്ഥലങ്ങളെ ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞ് അവിടെ ക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പണിത് അതിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്ന് തീർത്ഥസങ്കേതങ്ങളായിട്ട്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണ പ്രകൃതിയിൽ നിന്ന് കുറച്ചുകൂടി വിശേഷമായിട്ടുള്ള ഒരു ചൈതന്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയുള്ള അപൂർവം സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയത്ത് അത് 10 മടങ്ങാവും. ആ പ്രകൃതിയുടെ ശക്തിവിശേഷം 10 മടങ്ങാവും. അപ്പോൾ അവിടെ തീർത്ഥസ്നാനം ചെയ്ത് അവനവൻ്റെ ഏത് തരത്തിലുള്ള ഒരു അനുഷ്ഠാനത്തിൽ, ആചരണത്തിൽ, അത് ജപമാവാം, പാരായണമാവാം, പൂജാദികളാവാം, ഹോമാദികളാവാം, എന്തിലെങ്കിലും മുഴുകി ആ സാധനയിൽ, തപസ്സിൽ, വ്രതത്തിലിരിക്കുമ്പോൾ ആ ശക്തി നമ്മളിൽ ചൈതന്യമായിട്ട്, ഊർജ്ജമായിട്ട് പ്രവേശിക്കും.
അത് വെച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭൂമി, ആ നമ്മൾ നിൽക്കുന്ന ദേശം അത്രയും ശക്തവും സമൃദ്ധവുമൊക്കെയായി മാറും. അപ്പം അങ്ങനെ വ്യക്തികളിൽ ഈ ചൈതന്യത്തെ നിറയ്ക്കാനും അങ്ങനെ സമാജത്തെയും ദേശത്തെയും ഒക്കെ സമൃദ്ധമാക്കാനും രക്ഷിക്കാനും വേണ്ടിയിട്ട് പൂർവാചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്, അത്തരം കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് കുംഭമേളകൾ, മാഘമേളകൾ, പുഷ്കരമേളകൾ ഒക്കെ. അപ്പം അങ്ങനെ കേരളത്തിന് ഈ ദക്ഷിണ ഭാരതത്തിൽ പഴയ കേരളത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് ഗോകർണം മുതൽ കന്യാകുമാരി വരെയാണ് ഏതാണ്ട് മധ്യഭാഗത്ത്, ഈ ഭാരതപ്പുഴ, ഭാരതത്തിൽ മൊത്തം ഒരു പുഴയുള്ളൂ ഭാരതത്തിൻ്റെ പേരിൽ, ആ ഭാരതപ്പുഴയിൽ. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം തന്നെ ഈ ബ്രഹ്മദേവൻ്റെ യാഗത്തിന് വേണ്ടിയിട്ട് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ചേർന്ന് നിർമ്മിച്ച പുഴയാണെന്നുള്ളതാണ് ഭാരതപ്പുഴ. അതുകൊണ്ടാണ് ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ചേർന്നാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാരതപ്പുഴയിൽ ഈ മാഘമാസത്തിൽ പ്രകൃതിയുടെ അത്യധികമായിട്ടുള്ള പ്രഭാവം ഉണ്ടാവും, ശക്തിയുടെ. അപ്പോൾ ആ ശക്തി ഏതൊക്കെയാണെന്നുള്ളത് അവിടുത്തെ ദേവതാവിധാനങ്ങളും ഈ മുഹൂർത്തങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ആ ദേവതാ പ്രഭാവം ജനങ്ങൾക്ക് അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് കുംഭമേളകളിലും നടക്കുന്നത്. ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തി ഇവിടേക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി തന്നതാണ് ഈ മഹാമാഘ മഹോത്സവം. അപ്പോൾ അത് ബ്രഹ്മാവിൻ്റെ യാഗകാലം മുതൽ, ബ്രഹ്മാവിൻ്റെ യാഗത്തിനാണ് ഈ എല്ലാവരും എത്തിച്ചേർന്ന്, പരശുരാമനെ അഭ്യർത്ഥിച്ച് ബ്രഹ്മദേവൻ ഇവിടെ യാഗം ചെയ്തു. ആ യാഗത്തിന് തീർത്ഥങ്ങളും, എല്ലാ തീർത്ഥങ്ങളും വന്നു ചേർന്നു, ഋഷിമാർ വന്നു, ദേവതകൾ വന്നു. പിന്നെ എല്ലാ വർഷവും മാഘമാസത്തിൽ ഞങ്ങളിവിടെ സാന്നിധ്യം ചെയ്യും, ഇവിടെ സ്നാനം ചെയ്ത് ഈ തപോവൃത്തിയിൽ ഏർപ്പെടുന്നവരെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഈ മാഘത്തിൽ ഒരു തീർത്ഥത്തിൽ ഒരു മാസം, ആ മാഘമാസം മുഴുവൻ ദിവസവും തീർത്ഥത്തിൽ കുളിച്ച് ഈ ആധ്യാത്മിക ഒരു വ്രതനിഷ്ഠയിൽ ജീവിക്കുന്നവരെ കൽപ്പവാസികൾ എന്നാണ് വിളിക്കുക. ഇതൊരു കൽപ്പം തപസ് ചെയ്ത ഫലമാണ് ഈ ഒരു മാസത്തെ അനുഷ്ഠാനത്തിന്. അപ്പോൾ അത് ഒരു ദിവസമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അത്രയും ഇതുണ്ടാവും. കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടാണ് ഈ മാഘവ്രതത്തെ കണക്കാക്കുന്നത്. അത് ഈ ബ്രഹ്മദേവൻ്റെ യാഗം കഴിഞ്ഞ് അടുത്ത വർഷം മുതൽ ബൃഹസ്പതി ആചാര്യനായി തുടങ്ങി. പിന്നെ ഈ കേരളത്തിൻ്റെ ചക്രവർത്തിമാർ വന്നു കഴിഞ്ഞപ്പോൾ പെരുമാക്കന്മാരായി. അവസാനത്തെ പെരുമാൾ കൈലാസാരോഹണം ചെയ്തതിന് ശേഷം പെരുമ്പടപ്പ് സ്വരൂപത്തിനായി അവരുടെ പ്രതിനിധികളായിട്ട് വള്ളുവക്കോനാതിരി വന്നു. വള്ളുവക്കോനാതിരിയിൽ നിന്നത് സാമൂതിരിപ്പാട് യുദ്ധത്തിലൂടെ പിടിച്ചടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധഭൂമി കൂടിയായി അത് മാറി. അപ്പോൾ യുദ്ധഭൂമിയായി കൂടിയായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പിൽക്കാലത്ത് അത് ഈ സ്വാഭാവികമായിട്ട് ഇത്ര വലിയൊരു കൂടിച്ചേരൽ പഴയ കാലത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക വിപണന വേളകളും കാര്യങ്ങളും കടകൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നീട് ചരിത്രകാരന്മാർ ഇതിനെ യുദ്ധമായിട്ടും ഈ വ്യാപാരമേളയൊക്കെ ആയിട്ട് മാറി. വളരെ ലളിതമായി പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരു കാലത്തുണ്ടാകുന്ന വെടിക്കെട്ടപ്പകടോ അല്ലെങ്കിൽ പൂര എക്സിബിഷനോ ഒക്കെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെയാണ് ഈ യുദ്ധത്തിലേക്കും മറ്റ് മേളകളിലേക്കുമൊക്കെ ഈ മഹാമാഘത്തെ കൊണ്ട് കെട്ടുന്നത്. അത് പൗരാണിക സംസ്കൃതിയുടെ, ഹൈന്ദവ സംസ്കൃതിയുടെ, സനാതനധർമ്മത്തിൻ്റെ വലിയൊരു ധാർമ്മിക അനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനത്തിൻ്റെ പ്രസക്തി ആ പ്രകൃതിയിൽ ഈ പ്രത്യേക വിശിഷ്ടമായ സമയത്തുണ്ടാകുന്ന ദേവതാ ചൈതന്യത്തെ അവിടെ വരുന്ന ആളുകളിലേക്ക് ഊർജ്ജമായി പരിവർത്തിക്കാനും അത് ദേശത്തിനും സമാജത്തിനും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചരിത്രപരമായ ഇങ്ങനെയൊരു ഈ ഉത്സവം ഇത് മാമാങ്കമായി മാറിയത് ഈ ഒരു ഇടക്കാലത്ത് വന്ന ഒരു മാറ്റത്തിലൂടെയാണ്. പിന്നെ അത് ചരിത്രകാരന്മാർ അങ്ങനെ മാറ്റി എഴുതുകയായിരുന്നോ? ഒരുപാട്. കാരണം ചരിത്രത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും ഒക്കെ അപ്പുറത്താണ്. ഇത് അവസാനത്തെ പെരുമാൾ കൈലാസാരോഹണം ചെയ്തതിൻ്റെ ആ ആചരണത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ചടങ്ങ് എല്ലാ വർഷവും മുടങ്ങാതെ അന്ന് തൊട്ട് ഇന്ന് വരെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏത് ശിവക്ഷേത്രത്തിൽ യാത്ര ചെയ്താലും ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെരുമാൾ മതം മാറി മുസ്ലിമായി മക്കത്ത് പോയി എന്നുള്ള കഥ. അത് നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതിയെന്ന് മാത്രമല്ല, നമ്മുടെ റിച്വലിൻ്റെ, തെയ്യത്തിൻ്റെയൊക്കെ തോറ്റം പാട്ടുകളിൽ പോലും അത് വന്നു. തിരുനാവായി ആണെങ്കിൽ തളി ക്ഷേത്രമാണ്, പഴയ തളി ക്ഷേത്രമാണ്. അതിപ്പോൾ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനെ പുനരുദ്ധരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒട്ടുകമരയുടെ ഉള്ളിലാണ്. അതിനെ നിലപാട് തറ എന്നുള്ളതാക്കി മാറ്റിയിട്ടിരിക്കുന്നു. തലക്കുളത്തൂർ ഭട്ടതിരി വാനനിരീക്ഷണം നടത്തിയ കിണർ, അത് മാമാങ്കത്തിൽ കൊല്ലപ്പെട്ട പടയാളികളെ കുഴിച്ചു മൂടിയതാണെന്നാണ് ഇന്നത്തെ ചരിത്രരേഖ. അതായത് മലപ്പുറം പറയാം, തുവൂർ കിണറൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ സംസ്കൃതിയും ചെയ്തിരുന്നത്. യുദ്ധത്തിൽ തോൽക്കുന്നവരെ അല്ലെങ്കിൽ ശത്രുക്കളെ അരിഞ്ഞ് കിണറ്റിൽ താത്തുകയാണ് ചെയ്തിരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
സത്യത്തിൽ കൊല്ലപ്പെടുന്ന എതിരാളികളുടെ മൃതദേഹത്തെയും അത്യാദരവോടുകൂടി കാണുന്ന സംസ്കൃതിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വളച്ചൊടിക്കലുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 250 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഇത് നിർത്തുന്നത്. പ്രയാഗിലെ കുംഭമേളയും മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ നിർത്താൻ വലിയ പരിശ്രമം നടത്തിയിരുന്നു. അന്ന് 3 രൂപയായിരുന്നു കുളിക്കാൻ ടാക്സ് വെച്ചത്. അന്ന് സന്യാസിമാരുമായിട്ട് വലിയ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രയാഗിലൊന്നും നിർത്താൻ കഴിഞ്ഞില്ല. കാരണം അത് നിർത്താൻ ശ്രമിക്കുന്നത് ഇതാണ്. കാരണം അതിൽ നിന്നാണ് ഈ ജനതയും സമാജവും ഭൂമിയും ഒക്കെ ശക്തി ആർജിക്കുന്നത്. അപ്പോൾ വേരറുത്താൽ പിന്നെ തലവെട്ടാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ധാരണയിലാണ്. അപ്പോൾ ഈ നിലപാട് തറ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചത് മാമാങ്കത്തിൻ്റെ നിലപാട് തറ, എഴുന്നള്ളി നിൽക്കുന്നു, അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ചാവേറുകൾ മത്സരിക്കുന്നു. അപ്പോൾ ആ നിലപാട് തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവതാസ്ഥാനമായിരുന്നു. എല്ലാം അവിടെ ഇത്തരം ചടങ്ങുകളുമായി ബന്ധപ്പെടുന്ന എല്ലാം ദേവതാസ്ഥാനമാണ്. പക്ഷേ ഈ നിലപാട് തറ എന്ന് പറയുന്ന ഇന്ന് കാണിക്കുന്ന ആ ചരിത്രാവശിഷ്ടം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ശരിക്കും തളി ക്ഷേത്രമാണ്. നിലപാട് തറ വേറെ സ്ഥലത്തുണ്ട്. അവിടെ ഇപ്പം ഇത്തരം പല കേന്ദ്രങ്ങളും കയ്യേറ്റ ഭൂമികളാണ്. പലതും പലരുടെയും പല രീതിയിൽ മാറ്റപ്പെട്ടു. അപ്പോൾ അതിനെയൊന്നും തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, ഇപ്പോൾ ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ പുനരുദ്ധാരണം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആണ് അവിടെ ഒരുപാട് മാറ്റലുകളും മറിക്കലുകളും ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രവും അതുപോലെ ആത്മീയമായിട്ടുള്ള ചരിത്രവും ഇതിൻ്റെ ഒരു പുനർനിർമ്മിക്കലാകുമോ ഈ കുംഭമേള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുകയല്ല, പ്രകൃതി ഉദ്ദേശിക്കുകയാണ്. കാരണം ഭാരതപ്പുഴ ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് അടുത്തുള്ള ത്രിമൂർത്തി ഹില്ല്. അവിടെ അത്രി അനസൂയ മഹർഷിമാരുടെ തപോഭൂമിയായിരുന്നു. ത്രിമൂർത്തികൾ അവിടെ അനസൂയ അമ്മയുടെ അടുത്ത് ഭിക്ഷ അയച്ചു വരികയാണ്. അപ്പോൾ ആ ഭിക്ഷ അമ്മ ത്രിമൂർത്തികൾക്ക് ഭിക്ഷ നൽകിയ സ്ഥലമായതുകൊണ്ട് അന്നപൂർണയുടെ പൂർണ്ണപ്രഭാവമാണ്. അപ്പോൾ ആ ഭിക്ഷയിൽ സംപ്രീതരായിട്ടുള്ളവർ എന്ത് അനുഗ്രഹം വേണമെന്ന് ചോദിച്ചപ്പോൾ 3 പേരും ചേർന്ന് എൻ്റെ മകനായി പിറക്കണം. അങ്ങനെ ദത്താത്രേയൻ ഭഗവാന്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള ആ ഒരു ഭിക്ഷാടനം നടന്ന സ്ഥലമാണ്. അത് അഖാഡയെ സംബന്ധിച്ചിടത്തോളൊരു ബന്ധം ജൂന അഖാഡയുടെ ദേവത ഗുരു ദത്താത്രേയനാണ്. അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള വലിയ വിശിഷ്ടമായിട്ടുള്ള സംസ്കൃതിയുടെയും ദേവതകളുടെയും ഒക്കെ കേന്ദ്രങ്ങൾ. ഇപ്പോൾ കാശിയിൽ പാതി എന്ന് പറയുന്ന കൽപ്പാത്തി, ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി മല്ലീശ്വരം മുടി, അതായത് നദീതടം. നമ്മൾ നദീതടത്തിലാണല്ലോ സംസ്കൃതികൾ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കുന്തിപ്പുഴ, ഗായത്രിപ്പുഴ, ഈ സപ്തനദികൾ കൂടിയാണ് അവിടെ നിന്ന് നദികളായിട്ട് വരുന്നത്. ഈ ഭാരതപ്പുഴ 7 അരുവികളായിട്ടാണ് തുടങ്ങുന്നത്. അതുകൂടാതെ വന്നു ചേരുന്ന പുഴകളൊക്കെ ഗായത്രിപ്പുഴ, കുന്തിപ്പുഴ അങ്ങനെയുള്ള പുഴകളാണ്. പിന്നെ വരുമ്പോൾ വെള്ളിനേഴി കലാഗ്രാമം, കഥകളിയുടെ ഒരു ഈറ്റില്ലമായിരുന്ന സ്ഥലം. കേരളത്തിൻ്റെ ഒരു താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്ന മലവാര, അത് കല്ലടിക്കോട് മലവാര സമ്പ്രദായത്തിൻ്റെ ആസ്ഥാനം. യാഗഭൂമിയായിട്ടുള്ള പാഞ്ഞാൾ, അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂര് തുടങ്ങിയിട്ടുള്ള ഇവരുടെ തപോഭൂമി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും ധാരാളം എഴുത്തുകാർ, സി രാധാകൃഷ്ണൻജിയോടൊക്കെ അടക്കമുള്ള എഴുത്തുകാർ, MT വാസുദേവൻ നായരൊക്കെ അടക്കമുള്ള എഴുത്തുകാർ ആ തീരത്ത് നിന്ന് വരുന്നതാണ്. കൂടല്ലൂർ കളരി പഴയ ഏറ്റവും വലിയൊരു വിദ്യാകേന്ദ്രമായിരുന്നു. തിരുനാവായ തന്നെ കേരളത്തിലെ സവിശേഷമായിട്ടുള്ള വൈദിക സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം തിരുനാവായ യോഗമാണ്. ആ തിരുനാവായ യോഗത്തിൽ നിന്ന് അത് വേദപാഠശാലയും അവിടെ നിന്ന് നിരന്തരം നടന്നിരുന്ന വേദഘോഷങ്ങളുമാണ് ഈ ഇതിൻ്റെ ഒരു ശാന്തിക്കും സമൃദ്ധിക്കും ഒക്കെ ആയിട്ട് കാരണമായിരുന്ന ഒന്ന്. അപ്പോൾ അത് ഇന്ന് വളരെ ശോചനീയമാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ കെട്ടിടമോ കാര്യങ്ങളൊക്കെ. അതിൽ ഒരു പൊതുവിൽ ഇപ്പോൾ ബ്രഹ്മക്ഷേത്രം, ശിവക്ഷേത്രം, 3 ത്രിമൂർത്തി സംഗമമാണ് അവിടെ. ത്രിമൂർത്തി സംഗമ ഘാട്ടാണ് ഭാരതപ്പുഴയുടെ തീരം. അത് 3 ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരു മേരുവിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ ബിന്ദുവിൽ ഭാരതപ്പുഴയുടെ നടുക്ക് രാജരാജേശ്വരി എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ദേവതാ ചൈതന്യം നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഈ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അതുകൂടാതെ എല്ലാ ദേവതകളും, ഗരുഡൻ്റെ ക്ഷേത്രം, കുബേരൻ്റെ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ദക്ഷിണാമൂർത്തി ക്ഷേത്രം, അങ്ങനെ എല്ലാ ദേവതകളും ഈ ഭാരതപ്പുഴയുടെ തീരത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പലതും, ചിലത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ചിലതൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ ഈ കേന്ദ്രങ്ങളും ഈ സംസ്കൃതിയും ഈ പാരമ്പര്യവും ഒക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു നിശ്ചയമാവാം ഇപ്പോൾ ഈ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഈ സ്വാമിജി പറഞ്ഞത് കേട്ടപ്പോൾ ഈ ഹിന്ദു സംസ്കൃതിയുടെ ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു ഈ പ്രദേശങ്ങൾ. പക്ഷേ അത് ഇന്ന് അറിയപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്.
മറ്റ് രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത്രത്തോളം ഹിന്ദു സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിന്ന ഒരുപാട് ദേവതാസ്ഥാനങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം അതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം? ഒന്ന്, എപ്പോഴും നമ്മളൊരു സ്ഥലത്തുണ്ടാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണവ്യവസ്ഥയും ശക്തിയും അധികാരവും സമ്പത്തും ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത്. അവിടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിന് ശേഷം വന്ന മലബാർ കൂട്ടക്കൊല, ഹിന്ദു വംശഹത്യ, ഇതൊക്കെ ചേർന്നുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഈ സംസ്കൃതിയെ നിലനിർത്തിയിരുന്ന ആളുകൾക്ക് അതിനെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അപ്പം ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ നിയമം മൂലം തന്നെ, അല്ലെങ്കിൽ നിയമമല്ല, അതിന് നിയമം ഉണ്ടാക്കിയെന്നല്ല, പക്ഷെ ഭരണാധികാരികളുടെ ഒരു ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കൂടിച്ചേരലുകളും സംഗമങ്ങളും ഒക്കെ നിരോധിക്കപ്പെട്ടു. അപ്പം അതിനെ വീണ്ടും പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള മറ്റ് പശ്ചാത്തലങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് കഴിഞ്ഞുമില്ല. അതെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. എന്തായാലും ഈ കുംഭമേളയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ ജനുവരി 3 തൊട്ട് ഫെബ്രുവരി 15 വരെയാണ് ഈ മാഘം എന്ന് പറഞ്ഞല്ലോ. പ്രയാഗിലൊക്കെ മാഘമഹോത്സവം നടക്കുന്ന ആ സമയത്താണ്. ഇപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങുന്നു എന്നല്ല, കാരണം പരമേശ്വർജിയുടെയൊക്കെ നേതൃത്വത്തിൽ പണ്ട് ഇതിനൊരു ശ്രമങ്ങൾ നടന്നിരുന്നു ഇങ്ങനെയുള്ളൊരു പുനരുജ്ജീവനത്തിനെക്കുറിച്ച്. മലപ്പുറത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചിട്ട് പഴയ ആചാര്യന്മാരും സാമാജിക നേതൃത്വമൊക്കെ പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ നിന്ന് അവിടെ ഒരു പ്രശ്നവിചാരത്തിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് എന്തോ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ പല ശ്രമങ്ങൾ പല കാലത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കുറച്ച് പേര്, അവിടുത്തെ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഗണപതി ഹോമവും നദീപൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ചെറുതായി ഒരു 10 കൊല്ലമായിട്ട് ഓരോ കൊല്ലവും വലുതായി ആ കോവിഡിൻ്റെ സമയത്തൊക്കെ മാത്രമാണ് മുടങ്ങിപ്പോയത്. വലുതായി അങ്ങനെ ഒരു രീതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പുതിയ ഒരു മുഖം അല്ലെങ്കിൽ ഒരു പുതിയൊരു ശക്തി, ഒരു എനർജി കൂടി ചേരുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അത് വലിയ പ്രാധാന്യത്തിലേക്ക് വന്നു, വലിയ പ്രസക്തിയിലേക്ക് വന്നു, സന്യാസിമാരുടെ ശ്രദ്ധയിലേക്ക് വന്നു. അങ്ങനെ ഒരു അടുത്ത് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ഭാരതത്തിലെ മുഴുവൻ ആധ്യാത്മികതയുടെയും ഒരു സംഗമമായിട്ട് മാറാനുള്ള ഒരു തുടക്കം ആണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഈ രണ്ട് സമ്പ്രദായത്തിലും, അതായത് പൂർണിമാന്തമായിട്ടും അമാന്തമായിട്ടും 2 തരത്തിലും പരിഗണിക്കുന്നതിൽ വരുന്ന പക്ഷം മൗനി അമാവാസി തൊട്ട് മാഘപൂർണിമ വരെയുള്ള സമയമാണ്. അപ്പോൾ അതിൽ അവിടെ ഈ മൃത്യുവും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ തിരുനാവായ എപ്പോഴും ബലിക്രിയ പിതൃമോക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മൃത്യുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അവിടുത്തെ പഴയ യുദ്ധങ്ങൾ, ഇതൊക്കെ കൂടി ബന്ധപ്പെട്ട് ആ ഒരു ഭാവം വളരെയേറെ ഉള്ളതുകൊണ്ട് പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ കൗളവും വൈദികവുമായിട്ടുള്ള പ്രായശ്ചിത്ത ശ്രാദ്ധാദികൾ, ശ്മശാന പ്രായശ്ചിത്തം, ഇങ്ങനെയുള്ളത് ആദ്യത്തെ 3 ദിവസം 16, 17, 18 തീയതികളിൽ നടന്ന് 19-ന് വൈകിട്ടാണ് ഇതിൻ്റെ ധർമ്മധ്വജാരോഹണം, മഹാമാഘ മഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം. 19 തൊട്ട് ഈ നേരത്തെ മാഘത്തിൽ മകം നക്ഷത്രമാണ് പൂർണിമ വന്നിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മകം നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ മകം നക്ഷത്രത്തിൽ എല്ലാവരും ചേർന്ന് രാവിലെ യോഗീശ്വര പൂജയും യതി പൂജയും സ്നാനവും സമഷ്ടി ഭണ്ഡാരയും ചേർന്നിട്ട് അവസാനിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനെ പൊതുവായിട്ടൊന്ന് തവണ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കുംഭമേള അല്ലെങ്കിൽ കുംഭമേള പോലുള്ള മാഘമേള, പുഷ്കരമേള, ഇതിലൊക്കെ ഏറ്റവും പ്രധാനം തീർത്ഥസ്നാനവും നമ്മുടെ ഒരു സ്വാധ്യായം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജപം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധന എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ഒരു നവകോടി നാരായണ ജപാർച്ചന നമ്മൾ ഇതിൻ്റെ 19-ന് രാവിലെ മുതൽ അഖണ്ഡമായിട്ട് നമ്മൾ ക്ഷേത്രം തുറന്നിരിക്കുന്ന രാത്രി അടയ്ക്കുന്നത് വരെയുള്ളൊരു സമയത്ത് അഖണ്ഡമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വന്നു ചേരുന്ന എല്ലാവർക്കും അതിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട്, ഈ ഒരു സങ്കല്പത്തിലേക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് ഈ ജനുവരി 3 തൊട്ട് മാഘം തുടങ്ങുന്ന സമയം തൊട്ട് ഫെബ്രുവരി 15 വരെ എല്ലാവരും അവരുടെ ഈ സംസ്കൃതിയോട് ഒരു ആ സംസ്കൃതിയെ ആദരിക്കുന്ന എല്ലാവരും അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ കൂട്ടമായിട്ടും ഈ ഒരു നാരായണ ജപാർച്ചന എത്ര തവണ പറ്റുമോ അത്ര തവണ അഷ്ടാക്ഷരി ജപിച്ച് ഒരു പുഷ്പം കൊണ്ടൊരു വിളക്കിലേക്ക് സമർപ്പിച്ച് അതിൻ്റെ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുക. അവിടെ വരുന്ന സമയത്ത് ഈ സ്നാനവും ഈ ജപത്തിൽ പങ്കെടുക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു ഈ മൗനി അമാവാസി തൊട്ട് മാഘ പൗർണിമ വരെയുള്ള ദിവസത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അവിടെ നിള ആരതി എല്ലാ ദിവസവും വൈകിട്ട് നടക്കും.
പിന്നെ എല്ലാ ദിവസവും രാവിലെ വേദഘോഷത്തോട് കൂടിയിട്ട് അന്ന് അവിടെ എത്തിച്ചേരുന്ന ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഒരു സ്നാനവും സത്സംഗവും ഉണ്ടാവും. പക്ഷേ മുഴുവൻ സമയവും വരാം, സ്നാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ ദിവസങ്ങൾ വളരെ ദേവതാ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതായത് ഈ മൗനി അമാവാസിയാണ് 18, അത് കഴിഞ്ഞാൽ 22 ഗണേശ ജയന്തിയാണ്, അതിനെ പിറ്റേന്ന് വസന്ത പഞ്ചമി, ശാരദാ പഞ്ചമി. ഉത്തരഭാരതത്തിലൊക്കെ എഴുത്തിനിരുത്ത്, നമ്മൾ വിജയദശമിക്ക് ചെയ്യുന്ന എഴുത്തിനിരുത്ത് നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ രഥസപ്തമി, അത് സൂര്യൻ്റെ ദിവസമാണ്, നവഗ്രഹങ്ങളുടെ ദിവസമാണ്. പിന്നെ ഭീഷ്മാഷ്ടമി, വിഷ്ണു സഹസ്രനാമം അവതരിച്ച ദിവസമാണ്. പിന്നെ ഇതൊരു ഗുപ്ത നവരാത്രിയാണ്, 19 തൊട്ട് 9 ദിവസം, അതായത് മാഘ ഗുപ്ത നവരാത്രി. അത് ദശമഹാവിദ്യകളുടെ സാക്ഷാത്കാരത്തിന് വളരെ വിശേഷമായിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗുപ്ത വിജയദശമി, പിന്നെ ജയ ഏകാദശി, അത് പുണ്യത്തിനും പാപവിമോചനത്തിനും വേണ്ടിയിട്ടുള്ള ഏകാദശിയാണ്. അത് കഴിഞ്ഞാൽ മാഘപൂർണിമ, ഷോഡശിയുടെ അവതാര ദിവസമാണ്. പിന്നെ മകം നക്ഷത്രം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ തിഥികളെല്ലാം കുംഭമേളകളിലെ സ്നാന ദിവസം കൂടിയാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട, അപ്പോൾ അതിന് പ്രത്യേകം പൂജകൾ. ഇപ്പോൾ ഈ മാഘമേളയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്പെക്ട്രത്തിലും പെട്ട പരമ്പരകളിലെ ആചാര്യന്മാർ ഈ ക്രിയകളുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതായത് ഉള്ളാടർ, കാണികൾ, ഇരുളർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പരമ്പരകളും. സമഗ്ര ഹിന്ദു സമൂഹം അവരവരുടെ ദേവതകളുടെ അർച്ചന ഈ മഹാസംഗമത്തിൻ്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. അതായത് കുംഭമേളയിലെ എല്ലാ ധാരകളിലും പെട്ട ആളുകൾ വരുന്നത് പോലെ ഇതിൽ ആചാര്യസ്ഥാനത്ത് തന്നെ എല്ലാ കുംഭമേളകളിലും ഉണ്ട്. കാരണം കുംഭമേളകൾ വളരെ വിപുലമാണ്, നമുക്കിത് എണ്ണി തീർക്കാനോ കണ്ടു തീർക്കാനോ കഴിയില്ല. 3 ലക്ഷത്തോളം ശിബിരങ്ങളും 3 ലക്ഷത്തോളം പരമ്പരകളുമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ് ഇവിടെ. പക്ഷെ നമ്മളെല്ലാവരെയും അതിനൊരു കാര്യക്രമം നിശ്ചയിച്ച്, അത് അഭിനവ ബാലാനന്ദ ഭൈരവസ്വാമിയാണ് ആ ഒരു മേഖലയ്ക്ക് എല്ലാ മാർഗനിർദ്ദേശവും കോർഡിനേഷനും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതിക്രമത്തിൽ ഗണപതിയിൽ നിന്ന് തുടങ്ങി നവാവരണ പൂജയിൽ അവസാനിക്കുന്ന ഒരു പദ്ധതിക്രമത്തിൽ അതിലെല്ലാ ആചാര്യന്മാരെയും നേതൃത്വിച്ചുകൊണ്ടുള്ള ഒരു അത് തുടങ്ങുന്നത് 22-ന് ഗണേശ ജയന്തിക്കാണ്. അപ്പോൾ അതിലും ആ വരുന്ന സമയത്ത് നടക്കുന്ന പൂജകളിലും ആളുകൾക്ക് പങ്കാളികളാവാം. അപ്പം ഇതാണ് പൊതുവിൽ അവിടെയുള്ള ഒരു അന്നത്തെ ഇതിൻ്റെ ഒരു കാര്യക്രമം എന്ന് പറയുന്നത്. ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുകളുടെ ഇടപെടൽ, അതിൻ്റെ പിന്തുണ ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ്? കേരളത്തിലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഇങ്ങനത്തെ ഒന്നും നടത്തി പരിചയമില്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒന്നും നമുക്കും ഇത് ഇത്രയും വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇത്രയും വിപുലമായിട്ട് ഇത് വരുമെന്നൊന്നും നമ്മളും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അതിൻ്റെ ആ പരിചയക്കുറവും സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ ദേവസ്വം മന്ത്രി ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടിരിക്കുന്നുണ്ട്, എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരും രക്ഷാധികാരിയായിട്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ രാജകുടുംബങ്ങളും പഴയ കാലത്ത് ഇതിന് രക്ഷാധികാരിത്വം ഭരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡുകളാണ് ആ ദേവതാസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പാണ്. പണ്ട് രാജാക്കന്മാരാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ള ആളുകളും പഴയ രക്ഷാധികാരികളും ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം കളക്ടർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ആ പരിചയക്കുറവിനെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കാര്യം തുടങ്ങുന്നു എന്നുള്ളതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലുണ്ടാകും. കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഹിന്ദു മഹോത്സവങ്ങൾ അത് വേറൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ട് കെട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുണ്ട്. ഇതും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെ എങ്ങനെ കാണുന്നു? 2 കാര്യമാണുള്ളത്. ഒന്ന്, ഒരു ധാർമ്മികമായിട്ടുള്ള സംഗമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുംഭമേളകളെ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കൂടിച്ചേരലുകളെയൊക്കെ സംബന്ധിച്ച് നമ്മളാരെയും ക്ഷണിക്കുന്നതല്ല, ആളുകളെല്ലാവരും വന്നു ചേരുന്ന് പങ്കാളികളാവുകയാണ്. ഇപ്പോൾ കുംഭമേളയിൽ ശിബിരം ഇടാകുമ്പോഴാണ് ഒരാൾ കാറ് നിർത്തിയിട്ട് ശിബിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ചോദിക്കുന്നത്, മഹാരാജ് ഞങ്ങൾ എന്താ സേവ ചെയ്യേണ്ടത്, നമുക്ക് അറിഞ്ഞുകൂടെ എന്ത് സേവയാണ് ചെയ്യേണ്ടതെന്ന്. പിറ്റേ ദിവസം ആളൊരു വണ്ടിയും അദ്ദേഹത്തിൻ്റെ മരുമകനും, ഈ വണ്ടിയും ഈ മരുമകൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ഈ വണ്ടി അങ്ങേക്ക് കുംഭം കഴിയുന്നവർ ഉപയോഗിക്കാം. ഇനി ഒരു 200 കമ്പിളി, ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എന്നാൽ പാചകക്കാരെല്ലാവരെയും ഞാൻ കൊണ്ടുവരാം. ഇതൊക്കെ ഏർപ്പാടാക്കി പോയ ആളെ പിന്നെ 1-2 വട്ടം ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ സ്വമേധയാ വന്ന് ചേരുന്ന ആളുകൾ, അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരെ ധാർമ്മികരായിട്ടുള്ള മനുഷ്യരായി കാണുന്നവർക്ക് അങ്ങനെ കാണാം, രാഷ്ട്രീയ വ്യക്തിത്വങ്ങളായി കാണുന്നവർക്ക് അങ്ങനെ കാണാം. അതൊക്കെ കാണുന്ന ആളുകളുടെ
അതിവിടെ നടക്കുന്നത് ധാർമ്മികമായിട്ടുള്ള കാര്യമാണ്, ധാർമ്മികരായിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്. അതിൽ ആര് വന്നു ചേർന്നാലും നമുക്കൊരുപോലെയാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഈ മാഘം എന്നുള്ള മാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ശകവർഷത്തിൻ്റെ ഇതായിട്ടാണ്. അപ്പോൾ കേരളത്തിലും ഈ ഇങ്ങനെയൊരു കലണ്ടർ അനുസരിച്ച് കാര്യങ്ങൾ നടന്നിരുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പല ചടങ്ങുകളും പല കാര്യങ്ങളും ഒക്കെ ഈ ശകവർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിഥികളിലും വിശേഷങ്ങളിലുമാണ്. ഇപ്പോൾ നമ്മൾ ഗണേശ ചതുർത്ഥി, ശിവരാത്രി, അങ്ങനെ നമ്മൾ ആചരിക്കുന്ന പലതും ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി, മാഘമാസത്തിലെ അല്ലെങ്കിൽ ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ തൃതീയ എന്നൊക്കെയുള്ള രീതിയിലുള്ള തിഥികളിലാണ് ഇതെല്ലാം വരുന്നത്. ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന നവരാത്രി, ശാരദീയ നവരാത്രി എന്ന് പറയുന്നത്, അതും തിഥി നോക്കിയിട്ടാണ്. അപ്പോൾ അത് വളരെ ബന്ധമുണ്ട്. നമ്മളത് ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതായത് ഭാരതം മുഴുവൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പിന്നെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ഇതിനുള്ളൊരു മറുപടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. അതായത് ഇതൊക്കെ, അതായത് ഈ തെക്കേ അറ്റത്തൊഴുകുന്ന പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന് പേരിടണമെന്നുണ്ടെങ്കിൽ അത് കേരളപ്പുഴയല്ല, പാലക്കാട് പുഴയല്ല, പൊള്ളാച്ചി പുഴയല്ല, ഒന്നുമല്ല. അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഇട്ടതോ ഇന്നലെ ഇട്ടതോ നമ്മളാരെങ്കിലും ഇട്ടതോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടറിയാവുന്ന ഏതെങ്കിലും പൂർവ്വരിട്ടതോ അല്ല. ചരിത്രാതീത കാലം മുതൽ, പൗരാണിക കാലം മുതൽ അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണ്. ഓരോ കാര്യവും, ഇപ്പോൾ ശബരിമല രാമായണത്തിലെ ശബരിയുടെ മലയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോന്നിനും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത ആരോ ഇതുപോലെ തമിഴ്നാട്ടിലെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു, ഈ കട്ടിങ് സൗത്തും കാര്യങ്ങളൊക്കെ വരുന്നത്, അവിടെ ഈ പ്രണവത്തിന് ദേവനാഗരി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളൊരു ലിപിയുള്ള ഭാഷ തമിഴാണ്. നമ്മളൊക്കെ ഇതിൽ തന്നെ മലയാളത്തിലെ ഓ എന്നുള്ള അക്ഷരം കൂട്ടിച്ചേർത്തൊരു ദീർഘം കൂട്ടിച്ചേർത്ത് അനുസ്വാരം ചേർത്തിട്ടാണ് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതുക. പക്ഷേ ദേവനാഗരി പോലൊരു പ്രത്യേക ലിപിയുള്ളത് തമിഴിലാണ്. നമ്മൾ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളുടെയും ഇതിൽ വലിയ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ തിരുച്ചെന്തൂർ കടലിൽ നിന്ന് കേൾക്കുന്നത് പ്രണവനാദമാണ്. അതിൻ്റെ കൽക്കെട്ടിൽ ചെവി ഓർത്ത് വയ്ക്കുമ്പോൾ കടലിൽ നിന്ന് കേൾക്കുന്ന നാദം പ്രണവമാണ്. അപ്പം അങ്ങനെ എല്ലാ ഇതും ഇങ്ങനെയൊരു വലിയ മേള നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ മുഴുവൻ അതിനൊപ്പം തന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ, പരിപാടികൾ ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു? അതിൽ ഇപ്പം ഞാൻ നേരത്തെ വീടുകളിൽ നവകോടി നാരായണ ജപാർച്ചനയുടെ ഭാഗമായിട്ട് ജനുവരി 3 മുതൽ നാരായണ ജപാർച്ചന നടത്തുന്നതിനുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ ഈ മാഘത്തിൻ്റെ വൃക്ഷം അശ്വത്ഥമാണ്, ആൽവൃക്ഷം. അപ്പോൾ ആൽവൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൻ്റെ ക്ഷേത്ര സംസ്കൃതിയുമായിട്ട് എന്തെങ്കിലും പരിചയമുള്ളവർക്ക് ആൽവൃക്ഷത്തിൻ്റെ ദേവതാ പ്രാധാന്യം അറിയാം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത്, ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ ഒക്കെ ആൽവൃക്ഷങ്ങളുണ്ട്. അത് രക്ഷാദേവതകളുടെ സ്ഥാനം കൂടിയാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആൽവൃക്ഷങ്ങൾ വളരെ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു കൂട്ടായിട്ട് ക്ഷേത്ര സമിതികളാവാം, അല്ലെങ്കിൽ ഭക്ത സമിതികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ധാർമ്മികമായിട്ടുള്ള സംഘടനകളോ സാമാജിക സംഘടനകളോ ആവാം, കൂട്ടമായിട്ടുള്ളൊരു നേതൃത്വത്തിൽ അവരവരുടെ പ്രദേശങ്ങളിൽ ഈ മഹാസങ്കല്പത്തിൽ, നമ്മുടെ ദേശരക്ഷ എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പത്തിൽ ആ രക്ഷാദേവതകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമായിട്ട് ഒരു ആൽവൃക്ഷം നട്ട് വളർത്തുക എന്നുള്ളത് നമ്മളെല്ലാ സ്ഥലത്തേക്കും ഇതിനു വേണ്ടി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഒപ്പം കൂട്ടമായിട്ട് വരുന്ന, ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ, അങ്ങനെ കൂട്ടമായിട്ട് വരുന്ന ആളുകൾ അവരവരുടെ ക്ഷേത്രത്തിൽ നിന്ന് അവരവരുടെ ദേവതയുടെ ഒരു ചൈതന്യം ഒരു ദീപത്തിൽ ആ സങ്കല്പം കൊണ്ടുവന്ന് ഇവിടെ നവകോടി നാരായണ അർച്ചന നടക്കുന്ന സമയത്തുള്ള ആ കെടാവിളക്കിൻ്റെ ദീപത്തിനോട് ചേർക്കുക, എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയൊരു മേള നടക്കുന്നതോടുകൂടി ഒരു അന്തരീക്ഷം മാറുകയാണ്, പുതിയൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് കേരളം എത്തുകയാണ്. എനിക്ക് തോന്നുന്ന കാലങ്ങളായിട്ട് അങ്ങനെ ഒരു വിപുലമായ രീതിയിൽ നടക്കുന്നതായിട്ട് അറിവില്ല. പൊതുവേ സംഭവിക്കുന്നത് അതൊരു ഉത്സവമായിട്ട് മാറുകയാണ്, ആഘോഷങ്ങളായിട്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരമാണെങ്കിലും ചടങ്ങുകൾ വിസ്മരിക്കപ്പെടുകയും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ കൂടുതൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഓണത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ പോലും അതിൽ ഹിന്ദു ചടങ്ങുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അതിലും പലപ്പോഴും അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റപ്പെടുകയും ഒക്കെയാണ്. പൊതുവേ അതൊരു സാംസ്കാരിക ആഘോഷം, മലയാളിയുടെ ആഘോഷം എന്നുള്ള രീതിയിൽ വിഷു ഉൾപ്പെടെ അങ്ങനെ മാറുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു കാലത്തിൽ ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഹിന്ദു ഉത്സവം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കുംഭമേള പോലെ ഒരു ഉത്സവം എന്നുള്ള നിലയിൽ ഇത് നമ്മൾ പ്രകൃതിയുടെ അനുഗ്രഹത്തോടെ തുടങ്ങുകയാണ്. എന്താണ് ഭാവിയിലേക്ക് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ
ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ നടന്ന് പോകുന്നു, നമ്മൾ കടലടിച്ച് വെള്ളം കയറുന്നു, ഒഴിച്ചു പോകുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല. അത് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനം ചിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ടത് പറഞ്ഞിരുന്നു, ഇതെങ്ങനെ സമാജത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് വിദ്യാഭ്യാസം സംബന്ധിച്ച്, വ്യവസായം സംബന്ധിച്ച് ഒക്കെയുള്ള സമ്മേളനങ്ങൾ, പ്രസംഗങ്ങൾ, അന്നത്തെ ഒരു കാലത്ത് അതാണല്ലോ ഇതുണ്ടായിരുന്ന ഒരു സാധനം. അപ്പോൾ ആ രീതിയിൽ പ്രസംഗങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ചിട്ടപ്പെടുത്തിയത്. ആ ഒരു ആശയത്തിൻ്റെ ഇത് തന്നെ ആണ് ഇനിയും നമ്മൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സമാജത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ളൊരു പരിവർത്തനത്തിനുള്ള വേദികളായിട്ട് ഇത്തരത്തിലുള്ള, അതായത് നമുക്ക് അവിടെ നിന്ന് പ്രകൃതി ശക്തി തരുന്നുണ്ട്, ആ ശക്തി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന, അതിനവർക്കൊരു ദിശാബോധം നൽകുന്ന കാര്യം കൂടി അവിടെ സംഭവിക്കണം. അപ്പോൾ ഈ മാഘമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എന്നല്ല, വിശ്വത്തിൻ്റെ, എന്നാലും നമ്മുടെ ഒരു സംഘയുത്വം കൊണ്ടും പ്രാദേശികത്വം കൊണ്ടും ഒക്കെ കേരളത്തിൻ്റെ എന്ന് പറയാം, അമ്മയായിട്ടുള്ള മാതാമൃതാനന്ദമയി ദേവിയാണ് നമുക്കതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഇത് സാധാരണ ജനങ്ങളിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും എന്നാണ് അമ്മ അനുഗ്രഹിച്ചത്. പിന്നെ ജൂനാഘാടയുടെ ആചാര്യ മഹാമണ്ഡലേശ്വരായിട്ടുള്ള അവദേശാനന്ദഗിരി മഹാരാജ്, ഇവർ രണ്ടുപേരുമാണ് മുഖ്യ രക്ഷാധികാരികളായിട്ട് ഇതിനെല്ലാ ആശീർവാദവും നൽകുന്നത്. കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ ഇതിൻ്റെ ഗുരുമണ്ഡലത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട, അതായത് ഇപ്പോൾ തന്നെ ഇതിനിടയിൽ നമുക്ക് മോഹൻജി ഫൗണ്ടേഷൻ, ഭാരതീയ ധർമ്മപ്രചാര സഭ, LMRK, ഇങ്ങനെ പല ധാർമ്മിക പ്രസ്ഥാനങ്ങളും അവരവരുടേതായിട്ടുള്ള പങ്കാളിത്തം ഇതിൽ വഹിക്കാം എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ മുഴുവൻ ഒരു ശക്തിയും തപസ്സുമൊക്കെ ഇതിനോട് ചേർക്കുന്നുണ്ട്. ഇനിയും ഇപ്പോൾ അറിഞ്ഞ് വരുമ്പോഴാണ് പുതിയ ആളുകൾ ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഞങ്ങൾ ഇതിനെ സഹായിക്കേണ്ടതെന്ന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം സമാജത്തിൻ്റെ ഭിന്നധാരകളിലുള്ള ചെറിയ അരുവികളോട് ചേർന്ന് വലിയ നദിയും സമുദ്രവും ഒക്കെ ആയി തീർന്നതുപോലെ എല്ലാ ഹൈന്ദവമായിട്ടുള്ള അല്ലെങ്കിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും, ധാരകളെല്ലാവരും ഈ ശക്തിയിലേക്ക് ലയിച്ചു ചേരുന്നുണ്ട്. അപ്പം അതിന് വലിയ രീതിയിലുള്ള പരിവർത്തനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത വർഷം തൊട്ട്, അല്ലെങ്കിൽ 2-3 വർഷം എടുത്തേക്കാം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇതിലേക്ക് വരാൻ, ഈ ഭാരതീയമായിട്ടുള്ള മുഴുവൻ സംസ്കൃതിയുടെയും ശക്തിയെ, ആചാര്യ പരമ്പരയുടെ അനുഗ്രഹത്തെ ഈ ജനത്തിന് അനുഗ്രഹമായിട്ട് കൊടുക്കുക, അവരെ അനുഭവിപ്പിക്കുക. ഒപ്പം വിദ്യാഭ്യാസം, വ്യവസായം തുടങ്ങിയിട്ടുള്ള ഭിന്നമായിട്ടുള്ള മേഖലകളിൽ ഈ സമാജത്തിന് ഉണർവ് നേടാനുള്ള ഒരു കൂടിച്ചേരലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. ഭാരതപ്പുഴയുടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഈ ഭാരതപ്പുഴ 2 തരത്തിലാണ്. ഭാരതപ്പുഴയുമുണ്ട്, ഭാരതപ്പുഴയോട് ചേർന്ന ജൈവ വ്യവസ്ഥയുണ്ട്, അതിനോട് ചേർന്ന സംസ്കൃതിയുമുണ്ട്. ഇത് എല്ലാം ക്ഷയോന്മുഖമാണ്. സംസ്കൃതിയുടെ കാര്യം നേരത്തെ വിശദമായിട്ട് പറഞ്ഞു, പക്ഷെ നമ്മുടെ ജൈവസമ്പത്ത് ക്ഷയോന്മുഖമാണ്. ഭാരതപ്പുഴ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇതിനെയെല്ലാം ഒരു പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് മാറണം. അപ്പോൾ ഭാരതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം, ഒരു 10 വർഷത്തെയൊക്കെ നിഷ്ഠാപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതുള്ള ഒരു പുഴയാണത്. അപ്പോൾ അതിന് നമ്മുടെ ISRO ചെയർമാനായിരുന്ന സോമനാഥ്ജി, ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അമൃതാനന്ദമയി മഠത്തിൻ്റെ യൂണിവേഴ്സിറ്റി, അമൃത വിശ്വവിദ്യാപീഠം, അങ്ങനെയുള്ള എല്ലാവരും, അതിലെ അധ്യാപകർ, അതിലെ ഗവേഷകരും ഒക്കെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചരിത്ര സ്മാരകങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കെ മുഹമ്മദ് ജിയെ പോലുള്ള ആർക്കിയോളജിക്കൽ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകൾ സഹായം വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള പദ്ധതി ഉണ്ടാക്കി ഭാരതപ്പുഴയെ, നമ്മൾ തീർത്ഥങ്ങളെ പൂജിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആ ജലം ശുദ്ധമായിരുന്നാൽ നമ്മുടെ അകത്തെ ജലവും ശുദ്ധമായിരിക്കും. ശുദ്ധമായിട്ടുള്ളൊരു പുഴ ഒഴുകുമ്പോൾ അതിൻ്റെ തീരത്ത് ജീവിക്കുന്ന ആളുകളുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കും. ആ ഒരു സങ്കല്പത്തിലാണ്. പക്ഷെ നമ്മളിപ്പോൾ ആരാധനകളുടെ പേരിൽ പോലും അതിന് പല രീതിയിൽ അതിനെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെന്നുള്ള വേറൊരു വിഷയം. ഇത്തവണത്തെ കുംഭമേളയിൽ, പ്രയാഗ്രാജിലെ കുംഭമേളയിൽ ഈ കാര്യത്തെ വലിയ രീതിയിൽ പോസിറ്റീവായി അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് അതിലും വലിയൊരു കാര്യം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭാരതപ്പുഴയെ അതിൻ്റെ ശുദ്ധിയും ശക്തിയും വീണ്ടെടുക്കുന്നതിനുള്ളൊരു പദ്ധതി, അതിൻ്റെ ജൈവ വ്യവസ്ഥയെ പഴയ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പദ്ധതി, പിന്നെ സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിനുള്ളൊരു പദ്ധതി, ഇത്രയും കാര്യങ്ങൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുംഭമേള പ്രയാഗ്രാജിൽ കൊണ്ടുവന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആർട്ടിക്കിളുകളും പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ
ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങൾ നടക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ തന്നെ ആ പ്രദേശത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു അഭിവൃദ്ധിക്കും അത് കാരണമായിട്ട് മാറും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഭാവി നമ്മൾ കാണുന്നത്. അതുപോലെ അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാനിരുന്നതാണ്, അതായത് ഈ കാശി തമിഴ് സംഗമം എന്ന് പറഞ്ഞിട്ട് നടത്തിയിരുന്നല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. അത് കുറച്ച് കാലമായിട്ട് അതൊരു സംസ്കൃതിയുടെ ഒരു കൂടിച്ചേരലും അത് ഒരുപാട് ചില അജണ്ടകൾക്കെതിരെയുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. അതൊരു ആത്മീയ സംഭവത്തോടൊപ്പം തന്നെ. അതുപോലെ ഇപ്പോൾ ജൂന അഖാഡയുടെ ഒരു മഹാമണ്ഡലേശ്വരാണ് അങ്ങാണ് ഇതിൽ ഉള്ളത്, നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു കേരളവും പ്രത്യേകിച്ചും ഇപ്പോൾ കട്ടിങ് സൗത്ത് ഇന്ത്യയുടെ കാലം അങ്ങനെയൊക്കെയുള്ള കാലമാണല്ലോ. അപ്പോൾ അതിന് ആയിട്ട് എന്തെങ്കിലും ശ്രമം ഭാവിയിലുണ്ടാകുമോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ നിന്നുള്ള ആചാര്യന്മാരാണ് ഭാരതത്തെ മുഴുവൻ നയിച്ചത്, ശങ്കരാചാര്യസ്വാമികൾ. പിന്നെ ആധുനിക കാലത്താണെങ്കിൽ ഹിമാലയം ഭരിച്ചിരുന്നത്, പഴയ കാലത്തെ കേരളം എന്ന് പറയണം മറ്റേ ശിവാനന്ദ സ്വാമിജിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരയും ശിവാനന്ദ പരമ്പരയാണ്. നമ്മുടെ ചിന്മയാനന്ദ സ്വാമികളാണെങ്കിലും ശിവാനന്ദ സ്വാമികളുടെ ദീക്ഷാഗുരു ശിവാനന്ദ സ്വാമികളാണ്. പാലക്കാട് ജ്ഞാനാനന്ദ സ്വാമിജി ശിവാനന്ദ സ്വാമിജികളുടെ ശിഷ്യനാണ്. അങ്ങനെയുള്ള ഒരു ഇതുമുണ്ട്. അപ്പോൾ ശിവാനന്ദ സ്വാമികൾ, തപോവന സ്വാമികൾ, പുരുഷോത്തമാൻ സ്വാമികൾ വസിഷ്ഠ ഗുഹയിലെ ഇവർ 3 പേരുമാണ് ഒരു കാലത്ത് ഹിമാലയം ഭരിച്ചിരുന്നതെന്ന് പറയും. അപ്പോൾ അതുപോലെ ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പം നർമ്മദാ തീരത്തും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. പണ്ട്, അതായത് 100 വർഷം മുമ്പ് രാമാനന്ദപുരി മഹാരാജ് അഖാഡയുടെ, നിരഞ്ജനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിരുന്നു. ചെറുപ്പത്തിൽ പോയതാണ്, പിന്നെ ഋഷിയേശി തന്നെയായിരുന്നു. കാശികാനന്ദ ഗിരി സ്വാമിജികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ബ്രഹ്മലീനനാകുന്നത്. 50 വർഷത്തോളം മുമ്പ് നിരഞ്ജനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിൻ്റെ ഒരു തുടർച്ച, ഇന്നത്തെ കാലത്തൊരു തുടർച്ച എന്നുള്ള നിലയിൽ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ഈ കാശി, ഹിമാലയം പോലുള്ള തപസ്ഥാനങ്ങളിലേക്കും അവിടെയുള്ള തപസ്വികൾ ശങ്കര ജന്മഭൂമിയിലേക്കും, അങ്ങനെ ഈ ശങ്കര ജന്മഭൂമിയുടെ ഒരു സാന്നിധ്യം, അതിൻ്റെ ഒരു സംസ്കൃതി ഉത്തരഭാരതത്തിലേക്കും അവിടെയുള്ള ആചാര്യ പരമ്പരകളുടെ തപസ്വികളുടെയൊക്കെ ഒരു ദക്ഷിണ ഭാരതത്തിലേക്കും, ഈ ശങ്കര ജന്മഭൂമി കേന്ദ്രമായിട്ട് ദക്ഷിണ ഭാരതത്തിലേക്കും ഒരു പ്രസരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഹിന്ദുത്വത്തിൻ്റെ മണ്ണിലാണ് ഭാരതം നിലനിൽക്കുന്നതെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉത്സവം രാഷ്ട്രത്തിൻ്റെ ദേശീയോദ്ഗ്രഥനത്തിനും കൂടെ കൂടുതൽ കാരണമാകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു വളരെ വലിയൊരു സന്ദേശം. അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾക്ക് കേരളവും സാക്ഷിയാകട്ടെ. ശങ്കരഭൂമിയിൽ അങ്ങനെയൊരു ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവികമായും ചെയ്യാൻ കഴിയുന്ന ഒരു സംഭാവന നൽകാൻ ഈ ഒരു കുംഭമേളയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മഹോത്സവത്തിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.